പുടവ് കൊടുക്കുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ പാപ്പൻ്റെ വീട്ടിലേക്കൊന്ന് പോയി. അവിടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായിന്ന് അറിയണ്ടേ. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പാപ്പൻ്റെ വീട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്, സ്റ്റേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഡെക്കറേഷൻ പണികളൊക്കെ നാളെ രാവിലെയാണ് കേട്ടോ അവർ ചെയ്യുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കുഞ്ഞുമണീനെ കളിപ്പിച്ചിരുന്നു. കുഞ്ഞുമണി കല്യാണപ്പെണ്ണിൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവളെനൊക്കെ കളിപ്പിച്ചിരുന്നു. Welcome back to our channel. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് ശ്രീകുട്ടിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ വളയാണ്ട വാങ്ങിച്ചത്. അപ്പോൾ അത് അമ്മ ഇട്ട് കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ നാളെ രാവിലെ 10:30-11 മണി അതിനുള്ളിൽ ചെക്കൻ്റെ വീട്ടുകാരെത്തും. അപ്പോൾ അതിന് മുന്നേ റെഡി ആയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരണം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷോർട്സിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കസിൻ്റെ കല്യാണമാണെന്ന്. അപ്പോൾ ഇന്നാണ് കേട്ടോ പുടവ കൊടുക്കലൊക്കെ. അപ്പോൾ ഞങ്ങളിതാ രാവിലെ സമയം 8 മണിയായിട്ടുണ്ട്. 10:30 ഒക്കെ ആകുമ്പോൾ 10:30-11 മണി ആ ഒരു സമയമാകുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാരെത്തും. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ റെഡി ആയിട്ട് പാപ്പൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ പോയിട്ട് അമ്മയ്ക്ക് കുറച്ച് പണിയുണ്ട്. അപ്പം നേരത്തെ ഞങ്ങൾ പോവും. ഇപ്പം എന്തായാലും റെഡി ആവാൻ പോവാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ അമ്മയും കൂടെ റെഡി ആവാണ്ട്. അമ്മ മേമേനെയും മണിക്കുട്ടീനെയും, അതായത് കസിനാണ്. അപ്പോൾ ആ വെള്ളേനെയും കല്യാണപ്പെണ്ണിൻ്റെ ചേച്ചീനെയും അമ്മേനെയും ഒക്കെ അവർ രണ്ടുപേരും സാരി ഉടുപ്പിക്കാൻ പോയൊക്കെയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ വന്നുള്ളൂ. അവിടെ ക്യാമറാമാൻമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടേക്ക് പോവാൻ നിൽക്കണം. ഓക്കെ, പോയിട്ട് കാണാം. അല്ല, അവിടെ വന്നിട്ട് കാണാം. ഞാൻ സെറ്റ് മുണ്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത്. സെറ്റ് മുണ്ടല്ല, ധാവണി. അപ്പം ഇതാണ് പൊന്നൂൻ്റെയും ലച്ചുൻ്റെയും ഔട്ട്ഫിറ്റ്. ഇത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അമ്മ വാതിൽ പൂട്ടാൻ പോവാണ്. ഞങ്ങൾ 10 മണിയാകുമ്പോൾ വീട്ടിലെത്തി. അവിടെ വന്നപ്പോൾ ആ സ്റ്റേജൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റിന് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛനും പാപ്പനും കൂടിയിട്ട് ബാക്കി സ്റ്റേജുമുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറയിൽ നെല്ലൊക്കെ നിറച്ച് പൂക്കൽ വയ്ക്കണം. വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയൊക്കെ റെഡിയാക്കണം. എന്നിട്ട് അതൊക്കെ സ്റ്റേജിന്മേൽ വെച്ചിട്ട് ഫുൾ സെറ്റാക്കി വെക്കണം. പിന്നെ ക്യാമറാമാൻമാർ വന്നു. ശ്രീകുട്ടീനെയും കൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയി. പിന്നെ അമ്മയും മാമിയും കൂടിയിട്ട് ഇതാ ഇങ്ങനെ സാരീനൊക്കെ പറ്റിയിട്ട് ചെറിയ കമൻ്റൊക്കെ അടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ മ്യൂസിക് വെച്ചിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ട്. അപ്പോൾ അത് കോപ്പിറൈറ്റ് അടിക്കും എൻ്റെ വീഡിയോയ്ക്ക്. അത് കാരണമാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത്. എനിക്ക് ലൈവ് വോയിസ് ആഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് കേട്ടോ. ടോപ്പും സ്കേർട്ടും ഷോളും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് ആൾ ഇട്ടിട്ടുള്ളത്. പിന്നെ അതാ ചെക്കൻ്റെ വീട്ടുകാരെത്തിയിട്ട്, നമ്മുടെ വീട്ടുകാരെത്തുന്നതിന് മുന്നേ തന്നെ ചെക്കൻ്റെ വീട്ടുകാരെത്തി. പിന്നെ ക്യാമറാമാൻമാർ പറഞ്ഞാലുള്ള അകത്ത് കയറുക. അപ്പോൾ അവർ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയ്ക്ക് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. ഈ പുടവ കൊടുക്കുന്ന സമയത്തൊന്നും മഴയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ചെക്കൻ ആദർശ് കുട്ടൻ. അപ്പോൾ അവനും വന്നിട്ടുണ്ട്. കാരണം വൈകുന്നേരം നമ്മൾ ഹൽദി ഈ സെയിം ഡേ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഹൽദിക്ക് ആദർശ് കുട്ടൻ വേണമല്ലോ. പിന്നെ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരാറുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ ഫങ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് വിളക്കൊക്കെ കത്തിക്കുകയാണ്. ഇതാണ് ചെക്കൻ്റെ പെങ്ങൾ. അപ്പോൾ പുടവയൊക്കെ കൊടുത്തിട്ട് ആൾ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് അമ്പി അതായത് ഞങ്ങളുടെ ബ്രദറ് ശ്രീകുട്ടീനെ കൊണ്ട് സ്റ്റേജിലാക്കി കൊടുത്തു. എൻ്റെ ബ്രദർ മാത്രം വന്നിട്ടില്ല, അതായത് അച്ഛൻ മാത്രം വന്നിട്ടില്ല, ബാക്കി എല്ലാ കസിൻസും വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ അച്ഛനും അമ്പിയും കൂടിയിട്ടാണ് ഇങ്ങനെ സ്റ്റേജിലൊക്കെ കൊണ്ടാക്കി കൊടുക്കുക. പക്ഷേ ഇപ്രാവശ്യം അമ്പി ഒറ്റയ്ക്കാണ് കേട്ടോ. അങ്ങനെ ആ പുടവ കൊടുക്കൽ ചടങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് പെണ്ണിൻ്റെ ഫാമിലി, റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് ചെക്കൻ്റെ ഫാമിലി കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ഫാമിലീസും സ്റ്റേജിന്മേൽ കയറി പിന്നെ ഫോട്ടോഷൂട്ട് തുടങ്ങി. ഇത് ബ്രൈഡിൻ്റെ ഫാമിലിയാണ്, ചേച്ചി, ഹസ്ബൻഡ്, പിന്നെ അമ്മച്ചൻ, അതായത് എൻ്റെ പാപ്പനും മാമയും, ശ്രീകുട്ടി, പിന്നെ ഇത് മണിക്കുട്ടിയുടെ ഹസ്ബൻഡും, അതായത് പെണ്ണിൻ്റെ ചേച്ചിയും ചേട്ടനും, പിന്നെ ഇതാ ശ്രീകുട്ടി, ആദർശുട്ടൻ. അങ്ങനെ ഫുള്ള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവരുടെ സിംഗിൾ ഫോട്ടോസ് കുറേ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയി. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും സ്റ്റേജിന്മേൽ കയറി നിരന്ന് നിന്നു. സ്റ്റേജ് ഫുള്ളായി. പിന്നെ അതിലൊരാളില്ല കേട്ടോ, എൻ്റെ അനിയൻ മാത്രം വന്നിട്ടില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. നല്ലൊരു ദിവസം തന്നെയായിരുന്നു. ഇങ്ങനെ കസിൻസും, അതായത് നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോഴാണല്ലോ എല്ലാവരും കൂടി അടിപൊളിയാക്കുക. അപ്പോൾ പിള്ളേർ സെറ്റും എല്ലാവരും കയറിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ആ ഒരു ദിവസം അടിപൊളി തന്നെ ആയിരുന്നു. ശ്രീകുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ ഫങ്ഷൻസ് ഇങ്ങനെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കഴിയാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു വിഷമം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യക്ഷേട്ടനും പിന്നെ അവിടെ നിന്ന് അക്കും ടുട്ടുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അമ്മമാരൊക്കെ കയറിയിട്ടുണ്ട് സ്റ്റേജിന്മേൽ. പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അക്കും ടുട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യക്ഷേട്ടനും അക്കും ടുട്ടും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ കമൻറ്റും ചിരിയും കളിയൊക്കെ ആയിരുന്നു. നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ആയിരുന്നല്ലോ ഹൽദി. അപ്പം ഞങ്ങൾ ഹൽദിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മുടെ വീട്ടിലെ ചെറിയൊരു ഫംഗ്ഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.